67 വർഷങ്ങൾ പിന്നിടുമ്പോൾ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ഒരുപിടി രക്തസാക്ഷികൾ KSUവിനുണ്ട്. 1967 സെപ്റ്റംബർ മാസം 11 കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിന് സമീപം പോലീസിന്റെ കിരാതമായ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട സുധാകർ അക്കിത്തായും ശാന്താറാം ഷേണായും ആദ്യ രക്തസാക്ഷികളാണ്. വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഉച്ചഭക്ഷണം നൽകുകയെന്ന ആവശ്യമുയർത്തിയായിരുന്നു ഇരുവരും സർക്കാരിനെതിരെ സമരം ചെയ്തത്. വിമോചന സമരത്തിൽ ശക്തമായി നിലകൊണ്ട മീൻപുഴയ്ക്കൽ കുര്യനെ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ കുത്തിക്കൊലപ്പെടുത്തിയത് 1959 ജൂൺ മാസം 21 കേരള മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു മുരളി സംഭവം. തേവര SH കോളേജിന് സമീപം ബസ് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ സമരത്തിലാണ് ഫോർട്ട് കൊച്ചി സ്വദേശിയായ മുരളി എന്ന വിദ്യാർത്ഥിയെ പോലീസ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. മികച്ച സംഘാടനം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട നേതാവായിരുന്നു കരിപ്പായി ഫ്രാൻസിസ്. മുകുന്ദപുരം താലൂക്ക് സെക്രട്ടറി കൂടിയായിരുന്ന അദ്ദേഹത്തെ 1980 ജൂൺ മാസം 9 കോളേജിലേക്ക് പോകുന്ന വഴി CPM ഗുണ്ടാപ്പട വെട്ടിക്കൊലപ്പെടുത്തിയത്. കണ്ണൂരിന്റെ മണ്ണിൽ കേരള വിദ്യാർത്ഥി യൂണിയന് അടിത്തറ പാകിയ നേതാവായിരുന്നു KP സജിത് ലാൽ. കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന സജിത് ലാലിനെ 1995 ജൂൺ മാസം 27 ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കുത്തിക്കൊലപ്പെടുത്തിയത്. 1985 മെയ് മാസം 23 തിരുവനന്തപുരം ആറ്റിങ്ങൽ ITIയിലെ KSU നേതാവായ വിജയകുമാറിനെ ABVP ഭീകരവാദികൾ കടാര കുത്തിയിറക്കി കൊലപ്പെടുത്തുന്നത്. പേരാമ്പ്ര CKGM കോളേജിലെ KSU യൂണിറ്റ് പ്രസിഡന്റായ അറക്കൽ സിജു യാത്രാവകാശം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് രക്തസാക്ഷിത്വം വഹിച്ചത്. ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ട ഷുഹൈബും കൃപേഷും മൺമറിഞ്ഞു പോയതിന്റെ മൂലകാരണം KSUവിന് കരുത്തേകി എന്നതായിരുന്നു. 1990 ജനുവരി മാസം 27 കണ്ണൂർ നടുവിൽ KSU നേതാവായ മകനെ ലക്ഷ്യം വെച്ച് വന്ന CPM കൊലയാളി സംഘം മകനെ കിട്ടാതെ വന്നപ്പോൾ പിതാവായ വർക്കിയെ കൊലപ്പെടുത്തിയിരുന്നു. വിദ്യാർത്ഥി വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളും ഫാസിസ്റ്റ് വർഗീയവാദികളും അരുംകൊല ചെയ്ത KSU പ്രവർത്തകർ ഇനിയുമേറെയാണ്. ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ഇന്നും മരിക്കാതെ ജീവിക്കുന്നവർ അതിലുമേറെയാണ്.